ഈ കാലഘട്ടത്തിൽ പിശാച് ഒരുപാട് പേരെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് പഴയ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ. അത് അവൻ അല്ലെങ്കിൽ അവൾ അനുദപിച്ച് കുമ്പസാരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഒന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനോ ശുശ്രൂഷകൾ ചെയ്യാനൊന്നും കഴിയാത്ത വിധം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് നയിക്കും. മാത്രമല്ല, അത് ഈശോ ചെയ്യാൻ പോകുന്ന പുതിയൊരു പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും കുമ്പസാരിച്ചോ അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു ഓർമ്മയോ ചിന്തയൊന്നും ആവശ്യമില്ല. കാരണം ലൂക്കാ സുവിശേഷം 7 അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് തൈലം പൂശി. ഈശോ അവളുടെ നിരവധിയായ പാപങ്ങൾ അവിടെ ക്ഷമിച്ചു. അവൾ എന്തെങ്കിലും പറഞ്ഞായിട്ട് അവിടെ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് വിചാരിച്ച് പാപങ്ങൾ ഏറ്റു പറയേണ്ടതെന്നല്ല, നമ്മൾ പരിശുദ്ധാത്മാനാൽ പ്രാർത്ഥിച്ച് നമ്മളാലാവുന്ന വിധം കുമ്പസാരം നടത്തുമ്പോൾ അവിടെ ഈശോയാണ് പാപങ്ങൾ മോചിക്കുന്നത്. 2 കൊരിന്തോസ് 5:17 പ്രകാരം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയൊരു സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അങ്ങനെ കൂടുതൽ തീഷ്ണതയോടെ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് മുന്നേറാം.